എല്ലാവർക്കും നമസ്കാരം. വിഷ്ണു സഹസ്രനാമത്തിലെ 1000 നാമങ്ങളുടെ ഓരോ നാമങ്ങളുടെയും ലളിതമായിട്ടുള്ള അർത്ഥം പറഞ്ഞു പോകുന്ന ഒരു വീഡിയോയുടെ തുടർച്ചയാണിത്. ഇതിനോടകം 2 എപ്പിസോഡുകൾ കഴിഞ്ഞിരുന്നു. 50 നാമങ്ങളുടെ അർത്ഥം വെച്ചാണ് പറഞ്ഞു പോയത്. ആദ്യത്തേതിൽ 50 നാമങ്ങൾ, ആദ്യത്തെ 50 നാമങ്ങളുടെ അർത്ഥങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ വീഡിയോയിൽ തുടർന്നുള്ള 50 മുതൽ 100 വരെയുള്ള നാമങ്ങളുടെ അർത്ഥം പറഞ്ഞു. ഇന്ന് 100 മുതൽ 150 വരെയുള്ള 50 നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ഈ വീഡിയോ കൂടുതൽ ഉപകാരപ്രദമാകണമെങ്കിൽ ആദ്യത്തെ 1ഉം 2ഉം എപ്പിസോഡുകൾ കാണേണ്ടതാണ്. ആദ്യത്തെ 50 നാമങ്ങളുടെയും തുടർന്ന് 50 മുതൽ 100 വരെയുള്ള നാമങ്ങളുടെയും അർത്ഥങ്ങൾ പറയുന്നത് കണ്ട് തുടർച്ചയായിട്ട് വേണം മൂന്നാമത്തെ ഈ ഒരു ഭാഗം കാണുവാനായിട്ട്. അപ്പോൾ കാണാത്തവർ അത് രണ്ടും ആദ്യം കാണുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പം അത് കാണുക, അതിനുശേഷം തുടർന്ന് ഇത് കാണുക. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യം, മാഹാത്മ്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ഇനിയും തുടർന്ന് ചെയ്യുന്നതാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹസ്രനാമം വിഷ്ണു സഹസ്രനാമമാണ്. എല്ലാ ദേവന്മാർക്കും സഹസ്രനാമങ്ങളുണ്ടെങ്കിലും വിഷ്ണു സഹസ്രനാമം അതിശ്രേഷ്ഠമായിട്ട് കരുതുന്നു. അതിനുള്ള കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശങ്കരാചാര്യ ഭഗവത്പാദർ ഒരേ ഒരു സഹസ്രനാമത്തിനെ ഭാഷ്യം രചിച്ചിട്ടുള്ളൂ. അതുപോലെ ശ്രീമദ് മധ്വാചാര്യർ ഓരോ നാമത്തിനും 100 അർത്ഥം വീതമാണ് വിഷ്ണു സഹസ്രനാമത്തിന് വ്യാഖ്യാനം രചിച്ചിട്ടുള്ളത്. ഭഗവാന്റെ നേതൃത്വത്തിൽ, ഭഗവാന്റെ ആ സാന്നിധ്യത്തിൽ തന്നെ ഭഗവാന്റെ മുൻപാകെയാണ് ഭീഷ്മ പിതാമഹർ ഈ വിഷ്ണു സഹസ്രനാമം യുധിഷ്ഠിരന് ഉപദേശിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ വ്യാസൻ, ഭഗവാന്റെ അവതാരമായിട്ടുള്ള വ്യാസൻ രചിച്ചിട്ടുള്ള മഹാഭാരതാന്തർഗതമാണ് ഈ വിഷ്ണു സഹസ്രനാമം. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഈ വിഷ്ണു സഹസ്രനാമം ഒരു വൈഷ്ണവൻ എന്ന രീതിയിൽ വിഷ്ണുഭക്തൻ, കൃഷ്ണഭക്തൻ എന്നതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു 7ഓ 8ഓ ക്ലാസ്സിൽ മുതലാണ് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാൻ ആരംഭിച്ചത് എന്ന്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഏറ്റവും പ്രിയം അതാണ്. അത്രയധികം പ്രിയമാണ്. അങ്ങനെയുള്ള ആ വിഷ്ണു സഹസ്രനാമം, അതിൻ്റെ അർത്ഥങ്ങൾ തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് അത് ചൊല്ലുന്ന, എന്നാൽ അതിൻ്റെ അർത്ഥം അറിയാത്ത ആളുകളെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായിരിക്കും. വലിയ വ്യാഖ്യാനമൊന്നുമല്ല, ഏറ്റവും ലളിതമായിട്ടുള്ള അർത്ഥങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് പോകാം. ഇന്ന് 100 മുതൽ 150 വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഭക്തിയോടുകൂടെ കേൾക്കുക. 101ാമത്തെ നാമത്തിൻ്റെ അർത്ഥം വൃഷാകപി എന്നാണ്. നാമം ധർമ്മസ്വരൂപനും വരാഹമൂർത്തിയുമായവൻ എന്നാണ്. 102ാമത്തെ നാമം അമേയാത്മ, അളക്കാനാവാത്ത ആത്മാവോട് കൂടിയവൻ എന്നർത്ഥം. 103ാമത്തെ നാമത്തിൻ്റെ അർത്ഥം സർവയോഗ വിനിസൃത, സകല ബന്ധങ്ങളിൽ നിന്നും വേർപ്പെട്ടവൻ എന്നാണ് അർത്ഥം. 104 വസുഹു, ലോകത്തിൽ ഇരിപ്പിടമായിട്ടുള്ളവൻ, ലോകത്തിന് ഇരിപ്പിടമായിട്ടുള്ളവൻ. 105ാമത്തെ നാമം വസുമനാഹ എന്നാണ്. രാഗദ്വേഷാദികളാൽ കലുഷിതമാവാത്ത ശോഭനമായ മനസ്സുള്ളവൻ എന്നർത്ഥം. 106ാമത്തെ നാമം സത്യഹ എന്നാണ്, സത്യസ്വരൂപൻ എന്നർത്ഥം. 107ാമത്തെ നാമം സമാത്മാ, എല്ലാവരിലും സമഭാവനയോടുകൂടിയ മനസ്സുള്ളവൻ എന്നർത്ഥം. 108ാമത്തെ നാമം അസംമിത, ഇന്ന വിധമെന്ന് കണക്കാക്കാനാവാത്തവൻ എന്നർത്ഥം. 109ാമത്തെ നാമം സമഹ, എന്നും ഒരേപോലെ ഇരിക്കുന്നവൻ, യാതൊരു മാറ്റവും ഇല്ലാത്തവൻ എന്നർത്ഥം. 110ാമത്തെ നാമം അമോഘ എന്നാണ്. ഭക്തന്മാരുടെ ആഗ്രഹത്തെ സഫലമാക്കുന്നവൻ അമോഘ. 111ാമത്തെ നാമം പുണ്ടരീകാക്ഷ എന്നാണ്. ഹൃദയത്തിൽ കാണപ്പെടുന്നവൻ എന്നർത്ഥം, ഹൃദയത്തിൽ കാണപ്പെടുന്നവൻ. 112ാമത്തെ നാമം വൃഷകർമ്മ എന്നാണ്. അർത്ഥം ധർമ്മപരങ്ങളായിട്ടുള്ള കർമ്മങ്ങളുള്ളവൻ എന്നർത്ഥം. 113ാമത്തെ നാമോ വൃഷാകൃതി എന്നാണ്. ധർമ്മരക്ഷയ്ക്ക് വേണ്ടി ശരീരം ധരിച്ചവൻ എന്നർത്ഥം. 114ാമത്തെ നാമം രുദ്ര എന്നാണ്. പ്രളയകാലത്ത് പ്രജകളെ കരയിക്കുന്നവൻ, പ്രജകളെ എല്ലാത്തിനും സംഹാരത്തിന് കാരണമായ എന്നർത്ഥം. 115ാമത്തെ നാമം ബഹുശിരാഹ എന്നാണ്. വളരെ അധികം ശിരസ്സുകളുള്ളവൻ എന്നർത്ഥം. ബബ്രുഹു എന്ന് 116ാമത്തെ നാമം ലോകത്തെ ഭരിക്കുന്നവൻ എന്നർത്ഥം. 117ാമത്തെ നാമം വിശ്വയോനിഹി എന്നാണ്. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവസ്ഥാനമായവൻ എന്നർത്ഥം. 118ാമത്തെ നാമം ശുചിശ്രവാഹ, പവിത്രങ്ങളായ പേരുകളുള്ളവൻ എന്നർത്ഥം. 119ാമത്തെ നാമം അമൃത
എന്നാണ്. അമൃതഃ മരണമില്ലാത്തവൻ എന്നർത്ഥം. 120ാമത്തെ നാമം 120ാമത്തെ ശാശ്വതസ്ഥാണുഹു എന്നാണ് നാമം. പണ്ട് പണ്ടേ ഉള്ളവനും ഒരേ നിലയിലിരിക്കുന്നവൻ എന്നർത്ഥം. 121ാമത്തെ നാമം വരാരോഹ എന്നാണ്. വരാരോഹ നല്ല മടിത്തട്ടുള്ളവൻ അല്ലെങ്കിൽ നല്ല ലോകമുള്ളവൻ എന്നർത്ഥം. 122ാമത്തെ നാമം മഹാതപാഹ എന്നാണ്. ശ്രേഷ്ഠമായ തപസ്സുള്ളവൻ എന്നർത്ഥം. 123ാമത്തെ നാമം സർഗഹ എന്നാണ്. സർവവ്യാപി എന്നർത്ഥം. 124ാമത്തെ നാമം സർവവിത്ത് എന്നാണ്. എല്ലാം അറിയുന്നവൻ. 125ാമത്തെ നാമം ഭാനുഹു എന്നാണ്. ശോഭിക്കുന്നവൻ എന്നർത്ഥം. 126ാമത്തെ നാമം വിശ്വക്സേന എന്നാണ്. 4 ദിക്കിലെയും പേടിച്ചോടുന്ന ശത്രുസേനയോട് കൂടിയവൻ എന്നാണ് അർത്ഥം. 127ാമത്തെ നാമം ജനാർദ്ദന എന്നാണ്. ദുർജനങ്ങളെ പീഡിപ്പിക്കുന്നവൻ, ദുർജനങ്ങളെ ഹനിക്കുന്നവൻ എന്നർത്ഥം. 128ാമത്തെ നാമം വേദ എന്നാണ്. വേദസ്വരൂപൻ എന്നർത്ഥം. 129ാമത്തെ നാമം വേദവിത്ത് എന്നാണ്. വേദത്തെയും വേദാർത്ഥത്തെയും അറിയുന്നവൻ. 130ാമത്തെ നാമം അവ്യംഗഹ എന്നാണ്. ഒരു കുറവുമില്ലാത്തവൻ, എല്ലാം തികഞ്ഞവൻ, യാതൊരു കുറവുകളില്ലാത്തവൻ. 131ാമത്തെ നാമം വേദാംഗ എന്നാണ്. വേദങ്ങളാകുന്ന അംഗങ്ങളോട് കൂടിയവൻ എന്നർത്ഥം. 132ാമത്തെ നാമം വേദവിത്ത് എന്നാണ്. വേദങ്ങളെ വിചിന്തനം ചെയ്യുന്നവൻ എന്നർത്ഥം. 133ാമത്തെ നാമം കവിഹി എന്നാണ്. കടന്ന കാഴ്ചപ്പാടുള്ളവൻ, ക്രാന്തദർശി എന്നൊക്കെ പറയും. ആ ഒരർത്ഥമാണ് വരുന്നത്. എല്ലാം അറിയുന്ന, എല്ലാത്തിനപ്പുറത്തുള്ള അറിവുള്ളവൻ എന്നർത്ഥം കവിഹി. 134ാമത്തെ നാമം ലോകാധ്യക്ഷ എന്നാണ്. ലോകങ്ങളെ നേരിട്ട് നോക്കിക്കാണുന്നവൻ, എല്ലാത്തിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുന്നവൻ. 135ാമത്തെ നാമം സുരാധ്യക്ഷ എന്നാണ്. ദേവന്മാരുടെ സ്വാമിയായിട്ട്, ദേവന്മാർക്ക് അധ്യക്ഷനായിട്ടിരിക്കുന്നവൻ. 136ാമത്തെ നാമം ധർമാധ്യക്ഷ എന്നാണ്. ധർമ്മത്തെ വകതിരിച്ചു കാണുന്നവൻ, ധർമ്മത്തിനും അധ്യക്ഷനായിട്ടിരിക്കുന്നവൻ എന്നർത്ഥം. 137ാമത്തെ നാമം കൃതാകൃത എന്നാണ്. പ്രപഞ്ചസ്വരൂപനും പ്രപഞ്ചകാരണനുമായവൻ എന്നർത്ഥം. 138ാമത്തെ നാമം ചതുരാത്മാ എന്നാണ്. 4 വിഭൂതിയുള്ളവൻ എന്നർത്ഥം. 4 വിഭൂതിയുള്ളവൻ, ചതുരാത്മാ. 139ാമത്തെയോ ചതുർവ്യൂഹ എന്നർത്ഥം. വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നീ 4 മൂർത്തികളായിട്ട് പിറന്നവൻ, വ്യൂഹങ്ങളോട് കൂടിയവൻ. 140ാമത്തെ നാമം ചതുർദ്രംഷ്ട എന്നാണ്. 4 ദ്രംഷ്ടകളുള്ളവൻ എന്നർത്ഥം. 141ാമത്തെ നാമം ചതുർഭുജ എന്നാണ്. 4 കൈകളുള്ളവൻ എന്നർത്ഥം. 142ാമത്തെ നാമം ബ്രാജിഷ്ണുഹു, പ്രകാശസ്വരൂപൻ എന്നർത്ഥം. 143ാമത്തെ നാമം ഭോജനം എന്നർത്ഥം, മായാസ്വരൂപൻ. 144ാമത്തെ നാമം ഭോക്ത എന്നാണ്. മായയെ അനുഭവിക്കുന്നവൻ എന്നർത്ഥം. മായയ്ക്ക് കാരണമായിരിക്കും മായാവിയായിരിക്കുന്നവൻ ഭോക്ത. 145ാമത്തെ നാമം സഹിഷ്ണുഹു, ഭക്തന്മാരുടെ കുറ്റത്തെ പൊറുക്കുന്നവൻ എന്നർത്ഥം. 146ാമത്തെ നാമോ ജഗദാദിജഹ എന്നാണ്. സൃഷ്ടിയുടെ ആദിയിൽ ഹിരണ്യരൂപനായി ജനിച്ചവൻ എന്നർത്ഥം. 147ാമത്തെ നാമം അനഘഹ എന്നാണ്. പാപമില്ലാത്തവൻ, പാപം ഇല്ലാത്തവൻ എന്നർത്ഥം. 148ാമത്തെ നാമം വിജയഹ എന്നാണ്. ജ്ഞാനവൈരാഗ്യാദികളാൽ ലോകത്തെ ജയിച്ചവൻ എന്നാണ് വിജയഹ എന്ന വാക്കിനർത്ഥം, എന്ന നാമത്തിനർത്ഥം. 149ാമത്തെ നാമം ജേത എന്നാണ്. പ്രകൃതിയാ ജയശീലനാണ്, എപ്പോഴും വിജയിക്കുന്നവനാണ് ഭഗവാൻ. 150ാമത്തെ നാമം വിശ്വയോനിഹി എന്നാണ്. പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനമായവൻ ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന്റെ നാമം വിശ്വയോനിഹി എന്നാണ് 150ാമത്തെ നാമം. തുടർന്ന് 151 മുതൽ അങ്ങനെ തുടർന്നുള്ള നാമങ്ങൾ നമുക്ക് വരും വീഡിയോകളിൽ കേൾക്കാം. വളരെ ശ്രദ്ധയോടെയും ഭക്തിയോടെയാണ് ഇതുവരെയുള്ളത് കേട്ടതെന്ന് വിചാരിക്കുന്നു.